ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ള നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പി ആയിട്ടാട്ടോ. നമുക്ക് വെറുതെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒന്ന് മധുരമുള്ളത് കഴിച്ചാലോ എന്ന് വിചാരിക്കുന്ന സമയത്ത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പറ്റുന്ന നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, കമൻറ്റിനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീട്ടിൽ പോകാം. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 ടീസ്പൂണോളം അരിപ്പൊടി ഇട്ട് കൊടുക്കുക. അപ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിലും വറുക്കാത്താണെങ്കിലും ഒന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ കട്ടയൊന്നും ഇല്ലാത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി നന്നായിട്ട് നമുക്ക് മിക്സ് ആയി കിട്ടിയിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ മിക്സ് ആയി കിട്ടി ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതുപോലെ നന്നായിട്ട് പഴുത്തിട്ടുള്ള 2 പഴം എടുത്തിട്ട് ഇതുപോലെ ചെറിയ പീസാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് വെക്കാം. അതിനുശേഷം നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് 1 ടീസ്പൂണോളം ഗീ ഒഴിച്ച് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കുക. ഇനി അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അതിന് കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള പഴം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ ഇതിലിട്ട് കൊടുത്തിട്ടുള്ളത് കുറച്ച് ബദാം, അണ്ടിപ്പരിപ്പ്. ഇനി അതിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സാധാ കടലുണ്ടല്ലോ അതായാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി ഈ പഴം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിന് കളറൊക്കെ ഒന്ന് മാറി വരണം. ഇപ്പോൾ ഇതാ പഴത്തിൻ്റെ കളറൊക്കെ മാറി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള അരിപ്പൊടി കലക്കിയ വെള്ളം ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടേ നിൽക്കുക. ഇനി ഇതൊന്ന് ഏകദേശം ഒന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് ചൂടായിട്ട് ഏകദേശം ഒരു തിള വരാൻ പോകുന്നുണ്ട് കേട്ടോ. ആ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 4 ടേബിൾ സ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് മധുരം നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. ഇനി അത്ര വേണ്ടെന്നാണെങ്കിൽ കുറക്കാം കേട്ടോ. ഈ ഒരു സമയത്തിന് നമുക്ക് കുറച്ച് ഉപ്പും കൊട്ട് കൊടുക്കുക. ഒരു 1/4 ടീസ്പൂണോളം ഉപ്പും കൊട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിന് ലോ ഫ്ലെയിമിൽ കിടന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുറുകി വരണം. നന്നായിട്ട് തിളച്ച് വന്നിട്ട് ഇതിന് പഴമൊക്കെ നന്നായിട്ട് വെന്ത് കുറുകി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ളതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതാ പഴമൊക്കെ നന്നായിട്ട് വെന്തിട്ട് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3-4 ഏലക്കായും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മൾ എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ ഏലക്കായും പഴമൊക്കെ നന്നായിട്ട് ഇതിൽ കിടന്നിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലൊരു സ്മെല്ലൊക്കെ ഈ സമയത്ത് വരും. ഇനി നമുക്ക് ഇതിലേക്ക് കട്ടിയുള്ള 1 ഗ്ലാസ് പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. തേങ്ങാപ്പാൽ കേട്ടോ. തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ലോ ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കാൻ മറക്കരുത്. ഇനി ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നമുക്ക് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേ നിൽക്കാം കേട്ടോ. ഇനി ഇതൊന്ന് തിളച്ച് വരുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിന് തിളക്കം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. അതിന് കൂടുതൽ സമയമൊന്നും ഫ്ലെയിം ഓൺ ചെയ്തിട്ട് വെക്കരുത്. നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതിന് കുറച്ച് സമയം നമ്മൾ ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ. ആ ഒരു സമയത്ത് ഇതിൻ്റെ ചൂടൊക്കെ നാറി വരുമ്പോൾ ഇത് നന്നായിട്ട് സെറ്റായിട്ട് കിട്ടും. ഒന്നുകൂടി ഒന്ന് കുറുകി നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ ഇതാ നമ്മൾ ഏകദേശം ഒന്ന് തണിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് കുറഞ്ഞിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുടിക്കാനും നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാനും, ഷെയർ ചെയ്യാനും, കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് മറ്റെവിടെ പിന്നെ കാണാം. ബൈ, താങ്ക് യു.